ഇന്ന് ചെയ്യാൻ പോകുന്ന കറിയുടെ പേരാണ് കൊലാപ്പൂരി വെജിറ്റബിൾ കറി. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഈ നോയമ്പ് കാലത്തൊക്കെ ഒരു ഇച്ചിരി സ്പൈസി ആയിരുന്നു. എന്നാൽ ഒരു ഇച്ചിരി ഞാൻ പറയത്തില്ല എപ്പോഴും വെജിറ്റബിൾ കറിയിലൊക്കെ ഇച്ചിരി കപ്പലണ്ടിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഇതൊക്കെ എന്നതേലും ഒന്ന് അരച്ച് ചേർക്കുവാന്നേലും വെജിറ്റബിൾ കറി എന്നല്ല ഏത് കറിയിലും എന്ന് പറഞ്ഞാൽ സാമ്പാറിലൊന്നും അരച്ച് ചേർക്കല്ല, ഇതിനകത്ത് അരച്ച് ചേർക്കുവാന്നേൽ കുറച്ച് ടേസ്റ്റ് കൂടും എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് കാഷ്യൂ ഒക്കെ നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് എന്തോരം വെജിറ്റബിൾസ് ഇടാമോ അതെല്ലാം ഇടാം. പക്ഷേ വെജിറ്റബിൾസിന് ഇന്ന വെജിറ്റബിൾസ് എന്നുണ്ട്, വെള്ളരിക്ക പടവലങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത്. ഈ പറഞ്ഞ കൂട്ട് ബീൻസ്, ക്യാപ്സിക്കം, പൊട്ടാറ്റോ, പിന്നെ കോളിഫ്ലവർ ഇങ്ങനത്തെ ഒക്കെ ഇടാൻ നോക്കും. അല്ലാതെ മറ്റേ എല്ലാം ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയല്ല. പിന്നെ എന്നാണെന്നറിയാവോ, ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ നാണിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ബട്ടർ നാൻ അല്ലെങ്കിൽ സാദാ നാൻ അല്ലെങ്കിൽ ബട്ടൂര അല്ലെങ്കിൽ ബറോട്ട ഇതെല്ലാം മൈദയിലാണ് വരുന്നത്. അതുകൊണ്ട് ഹെൽത്തി അല്ല എന്നറിയാം, പക്ഷേ എന്നാലും നമ്മൾ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്. അപ്പം നോയമ്പ് സമയത്താണെങ്കിൽ മിക്കപ്പോഴും എല്ലാവരും ചോറ് സ്കിപ്പ് ചെയ്തിട്ട് എല്ലാവരും ഈ എന്നാ പറയുക പലഹാരത്തിലോട്ടാണ് കൂടുതൽ പിടിക്കുന്നത്. ദോശയ്ക്കാണെങ്കിലും ഇത് നല്ല, പക്ഷെ നല്ല ക്രിസ്പി ദോശ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇനി കൂടുതൽ വർത്താനം പറയുന്നില്ല. കാര്യം എന്തെന്നറിയോ, ഇതിന് ഇച്ചിരി പണിയുണ്ടെന്നേ. അന്നേരം പിന്നെ ഇപ്പോഴേ ഞാൻ പറഞ്ഞു തന്നാലല്ലേ എഴുതിയെടുക്കാനൊക്കത്തുള്ളൂ. എഴുതിക്കോ. ഇത് ചെയ്യേണ്ട വെജിറ്റബിൾ ഓയില്ല. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങാപ്പൂൾ വേണം. തേങ്ങാപ്പൂളായിട്ട് അല്ലെങ്കിൽ തേങ്ങ തിരുമിയതായാലും മതി. പിന്നെ ഇച്ചിരി മല്ലി അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി. പിന്നെ ഇച്ചിരി വറ്റൽ മുളക്, കാശ്മീരി മുളകാണേ, അതല്ലെങ്കിൽ മുളക് പൊടി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, എള്ള്, വെളുത്ത എള്ള് അല്ല, ഫസ്റ്റ് പ്രിഫറൻസ് വെളുത്ത എള്ളിന, ഇല്ലെങ്കിൽ കറുത്ത എള്ള്. പിന്നെ ഒരു കഷ്ണം പട്ട, ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, കുറച്ച് ഏലക്ക. പിന്നെ ഇത് ചെയ്യാനുള്ളത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ അതിനകത്ത് വേണ്ടിയത് കുറച്ച് ജീരകമല്ല, പെരുംജീരകം, കുറച്ച് സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ ചതച്ചതായാലും മതി, ക്യാപ്സിക്കം ഒരെണ്ണം, ടൊമാറ്റോ ഒരെണ്ണം അരിഞ്ഞത്, ഇച്ചിരി ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു ഇച്ചിരി പാല്. ഇത് തേങ്ങാപ്പാലാവാം, പശുപാലാവാം, അത് രണ്ടിലെ വേറൊരു പാൽ ഉപയോഗിക്കരുത്. പശുപാല് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ വാങ്ങാറാകുമ്പോഴത്തേക്ക് എടുത്തേച്ചാൽ മതി. അതല്ല തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക. ഒന്നാം പാല് ലാസ്റ്റ് വാങ്ങാൻ നേരം ഒഴിക്കുക, രണ്ടാം പാലാന്നേൽ വെജിറ്റബിൾസ് ഒന്ന് വേവാനായിട്ട് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ആദ്യമേ ഉരുളക്കിഴങ്ങും ആ വെജിറ്റബിൾസ് എല്ലാം വേവിച്ചേച്ച് പ്രത്യേകം വെക്കുക. ആ വെള്ളം ചേർത്ത് ബാക്കി എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അരപ്പും എല്ലാം ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പശുമ്പാൽ ഒഴിച്ച് വെച്ചാൽ മതി. അതാണ് എളുപ്പമുള്ള വഴി. അതല്ല തേങ്ങാപ്പാൽ എടുക്കാൻ നല്ല ഇഷ്ടമാണ്, തേങ്ങാപ്പാലിൻ്റെ രുചിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് എന്നാന്നറിയോ, നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിന് ചൂടാക്കാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള സ്പൈസസ് എല്ലാം ഇതിനകത്തോട്ട് ഇടാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഒരിച്ചിരി ഇടണം. ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടരുത്. ഇത് പൊടിയാണ്. മല്ലി, മുളക് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാമെന്നേ ഉള്ളൂ. തേങ്ങ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പൊടിയെല്ലാം ചേർത്താൽ മതി. പക്ഷേ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ഒരു നുള്ള എള്ള്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം മതിയാവേ. ഈ പട്ട ഇച്ചിരി കട്ടി കൂടുതലുള്ള പട്ട ആയതുകൊണ്ട് ആ പട്ടയുടെ ഒരു എന്നാ പറയുക ഒരു കുത്തലുണ്ട്, അത് അങ്ങനെ മുന്നിട്ട് നിൽക്കും. പക്ഷെ പച്ചക്കറി ആയതുകൊണ്ട് അതിനകത്തൊന്നും പിടിക്കാനും കാണുമല്ലോ. ഇറച്ചിയൊക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ, പക്ഷേ പച്ചക്കറിക്ക് ഒട്ടും കൂടല്ലേ. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്. ഇതൊക്കെ ഞാൻ കൈക്ക് ഇടുന്നത് എന്നാണെന്നറിയാവോ, ഇതൊന്നും എനിക്ക് സ്പൂൺ അളവില്ലേ. അതിൻ്റെ നമ്മളെല്ലാം വീട്ടമ്മമാർക്കുള്ള കൂട്ടത്തിലുള്ള പോലെയാണ്. എനിക്ക് ഈ കൈ അളവാണ് ഏറ്റവും കൈവാക്ക്. പിന്നെ ഒരു 3-4 ഏലക്ക,
ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞേച്ചും നമുക്ക് ശരിക്കും മറ്റേ എന്നാ പറയുക മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തേച്ചാൽ മതി. ഇതിൻ്റെ മൂപ്പ് എന്ന് പറയുന്നത് ആ തേങ്ങ ഒന്ന് ഇച്ചിരി മൂത്ത് കിട്ടണം. ഒത്തിരി അങ്ങ് തീയൽ പോലെ ഒന്നും മൂക്കണ്ട, ഒരു ആ പച്ചയുടെ ഇതൊന്ന് മാറിയേച്ചാൽ മതി. ഒന്നെങ്കിൽ തേങ്ങ പൂളായിട്ട് ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ തിരുമ്മിതിടുവാന്നേരം കുറച്ചുകൂടി ഒരു വേഗം മൂത്ത് കിട്ടാൻ എളുപ്പമുണ്ടേ. ഇതിപ്പോൾ എൻ്റെ ഇങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്, അതുകൊണ്ട് ഇച്ചിരി നേരം എടുക്കും അതൊന്ന് മൂത്ത് കിട്ടാൻ. തേങ്ങ പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കും ചിലരെ. പക്ഷേ ആ എണ്ണ നമ്മൾ ഒഴിച്ചാലുണ്ടല്ലോ ഇതിനകത്തുള്ള ഡ്രൈ സ്പൈസസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ വെറ്റായിട്ട് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മൂപ്പ് കിട്ടുകയില്ല. അതുകൊണ്ട് ഡ്രൈ റോസ്റ്റാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ, തിരുമിയ തേങ്ങയാന്നേലും ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇനി എല്ലാം പോട്ടെ, തേങ്ങയിൽ തന്നെ ബേസിക്കലി ഒരു ഇച്ചിരി എണ്ണമയമുള്ള കൂട്ടത്തിലാന്നേ. അന്നേരം നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ആ ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ദേഹത്തോട്ട് കയറുക. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഈ ഉള്ളത് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ എളുപ്പത്തിനാന്ന് പറയുന്നത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഇച്ചിരി എളുപ്പം മൂത്ത് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ചേർത്തേക്കുന്ന സ്പൈസസിലെ അതിൻ്റെ ഒരു അരോമ ഇങ്ങനെ നല്ലതായിട്ട് മൂക്കുമ്പോഴത്തേക്ക് വരും. ഇതിപ്പോൾ ശരിക്കും ഇതിൻ്റെ റൈറ്റ് അരോമ എന്ന് പറയുന്നതാണ് ആ നമ്മൾ ചേർത്തേക്കുന്ന ഡ്രൈ സ്പൈസസ് ഉണ്ടല്ലോ, ആ ഡ്രൈ സ്പൈസസ് ശരിക്കും അതിൻ്റെ ആ ഒരു പട്ടയുടെയും ഗ്രാമ്പൂ ഏലക്കായുടെയും ഒക്കെ ഒരു മണം വരും. ആ മണം വരുന്ന സമയത്ത് തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചേച്ചാൽ നമുക്ക് ആ മിക്സി എടുത്തുകൊണ്ട് വന്നേച്ച് ബാക്കി പറയാമേ. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് 2-3 പൊടികളൊന്നും ചേർത്തിട്ടില്ല. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? മല്ലിപ്പൊടിയും മുളക് പൊടിയും. അത് നമ്മൾ എത്ര വെജിറ്റബിൾസ് എടുക്കുന്നോ അതിൻ്റെ ഏനം പോലെ എടുത്തോണേ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അതനുസരിച്ച് കൂട്ടണം. പക്ഷെ നമുക്ക് കുരുമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതും കൂടെ കണക്കെടുത്തേച്ച് വേണം നമ്മൾ മുളക് പൊടിയുടെ അളവ് ചേർക്കാൻ. ഇതിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെന്നുണ്ടെങ്കിൽ നിറച്ച് 1 ടേബിൾ സ്പൂണേ മല്ലിപ്പൊടി എടുത്തു. അതേപോലെ നിറച്ച് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. ബാക്കി സ്പൈസസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഈ പൊടിയെല്ലാം ഒന്ന് മൂക്കണം. ആ സ്പൈസസ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അന്നേച്ച് ഈ പൊടിയും കൂടെ ഒന്ന് മൂത്തില്ല എന്നുണ്ടെങ്കിൽ സ്പൈസസ് എല്ലാം മൂത്തു പക്ഷേ പൊടി മൂക്കാതെ ആയിപ്പോവും, പച്ചച്ചോവ് വരും. അതുകൊണ്ട് എന്നാ ചെയ്യണം, അതും കൂടെ ഒന്ന് മൂപ്പിക്കണം. ഒത്തിരി അങ്ങ് എന്നാ പറയുക ബ്രൗൺ ആവുന്നിടം വരെ ആ പൊടിയൊന്നും മൂക്കണ്ട, ഒരു ഇച്ചിരി ഒന്ന് മൂത്തേച്ചാൽ മതി. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ കൂട്ട് ചുമയായി. അത് അതിലും ഭേദം നമ്മളൊരു ഒന്ന് മൂക്കുകയല്ലേ ആ പരുവത്തിന് ഇട്ടേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഈ മൂപ്പിച്ച പൊടിയും ആ സ്പൈസസും എല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ ഒന്നെങ്കിൽ അരച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പൗഡറായിട്ട് നല്ല പൗഡറായിട്ട് അരച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏതാ നമുക്ക് കൺവീനിയൻറ്റ്. എന്നതാണേലും ക്ലൈമാക്സ് നല്ല പേസ്റ്റ് ആയിട്ട് വേണം. ഇനി പാത്രം കഴുകാനൊന്നും നിൽക്കണ്ട. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് ഡ്രൈ ആയിട്ട് പൊടിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് എളുപ്പം ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കുന്നത് തന്നെയാണ് കേട്ടോ, പ്രാക്ടിക്കൽ പറയുന്ന കേട്ടോ. അതേ പാനിൽ, അതായത് പാത്രം കഴുകാനൊക്കെ മടിയുള്ള കൂട്ടത്തിൽ എന്നെ പോലെ ആണെങ്കിൽ പാത്രം കഴുകാനൊന്നും നിൽക്കരുത്. അതേ പാനിൽ തന്നെ ഒരു ഇച്ചിരി എണ്ണയൊന്ന് ഒഴിച്ച് വെച്ച് അതിനകത്തോട്ട് ജീരകമല്ല പെരുംജീരകം വേണം ഇടാൻ. ഒരു 1/2 ടീസ്പൂണോളം ഇട്ടോ. ഇതെല്ലാം എൻ്റെ കൈവാക്കാം. അതിനകത്ത് 1/2 ടീസ്പൂൺ ആണോ എന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയാൻ മേല. പക്ഷേ എന്നാലും ഒരു എന്നാ പറയുക, നമ്മൾ സ്പൈസസിൽ ചേർക്കാതെ പോയത് പെരുംജീരകം മാത്രമാണ്. അതുകൊണ്ട് ഇച്ചിരി പെരുംജീരകം ഇതിനകത്തിടുക. ഇതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള. അതിപ്പോൾ നീളത്തിൽ അരിയണം എന്നോ മസ്റ്റൊന്നും അല്ല. ഇനിയിപ്പോൾ സ്ക്വയറായിട്ട് അരിയാം, അല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം, ഏതാ നമുക്ക് കൈവാക്കാന്ന് വെച്ചാൽ അരിയാം. പിന്നെ വെജിറ്റബിൾസ് മാത്രം ഇച്ചിരി കാണത്തക്ക രീതിയിൽ അരിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വെജിറ്റബിൾസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കും. കുഞ്ഞായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇച്ചിരി പാടല്ലേ, അതുകൊണ്ട് മാത്രം വെജിറ്റബിൾസ് കുറച്ച് മുഴുത്തതായിട്ട് അരിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് 2 ജോലിയാവുള്ളൂ. ഒന്നെന്നാന്ന് വെച്ചാൽ ഉള്ളി നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയും വേണം, മിക്സിയിനകത്തിരിക്കുന്ന മസാല ഒന്ന് അരച്ചെടുക്കുകയും വേണം. നമ്മുടെ ഉള്ളി ഒരു ഇച്ചിരി ബ്രൗൺ ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ സ്പൈസസ് ഇച്ചിരി അരച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം നമ്മളെല്ലാവരും ഇടാൻ മറന്നുപോയി. എല്ലാവരും അല്ല, ഞാൻ ഇടാൻ മറന്നുപോയതല്ല, അത് കഴിഞ്ഞിട്ട്
നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ കൂടെ അരയ്ക്കാനുണ്ട്. അതിന് മുന്നായിട്ട് ഉള്ളി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 1.5 ടീസ്പൂണോളം വേണ്ട, ഒരു 3/4 ടീസ്പൂൺ മതിയാവും. പച്ചക്കറിയുടെ കറി എപ്പോൾ വെക്കുവാണെങ്കിലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഇച്ചിരി കുറച്ചാണ്. എന്നാണെന്നറിയാമോ, അതിനകത്ത് ഒരുപാടൊന്നും എന്നാ പറയുക, ആ ഇറച്ചിയോളം ഒന്നും അത്രയും പിടിക്കുകയില്ല. ഇറച്ചിക്ക് ചേർക്കുന്ന അതിനെക്കാട്ടിലും ഒരു പകുതി ചേർത്തേച്ചാൽ മതി വെജിറ്റബിൾ കറി വെക്കുമ്പോൾ. ഇതിവിടെ ഇരുന്ന് ഒന്ന് മൂക്കട്ടെ. ഇതിനകത്തോട്ട് അരച്ച സ്പൈസസിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇടുക. എന്തോരം ഇടുന്നോ അത്രയും ടേസ്റ്റിയാണ്. പക്ഷെ ഒരു പരിധി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കും. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം ചേർക്കാൻ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ടൊമാറ്റോ ഇതേപോലെ നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അഥവാ ഒരു ഇച്ചിരി വഴന്നാലും മതി. ടൊമാറ്റോയും ആ ഒരു വെജിറ്റബിളിൻ്റെ ഒരു ഇതും കൂടെ അതിനകത്ത് കിടന്നോട്ടെ. ബാക്കിയെല്ലാം നമ്മൾ ഒരുപാട് ഇട്ട് വേവിച്ച് കളയില്ല. ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് ആ കറിക്കകത്ത് വേണേ. പിന്നെ ടൊമാറ്റോ ഞാൻ ഫസ്റ്റ് ഇട്ട് എന്നാന്ന് വെച്ചാൽ, ടൊമാറ്റോയ്ക്കകത്ത് ബേസിക്കലി ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ട്. അന്നേരം ആ വാട്ടറി കണ്ടന്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒന്ന് വഴന്നാൽ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച മസാലയിൽ അതിനകത്തോട്ട് ചേർക്കണം. മസാല ആദ്യമേ ഒരു ഇച്ചിരി കുറച്ചായിട്ട് മൂപ്പിച്ച ആൾക്കാരാന്നേൽ ഇപ്പം നമ്മൾ മസാല ചേർക്കുമല്ലേ, അന്നേരം ഒരു ഇച്ചിരി കൂടി ഒന്ന് മൂക്കാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഇതിനകത്തിട്ട് മൂപ്പിക്കാം. അത് ഇപ്പം മസാല ചേർക്കുന്ന സമയത്തായിരുന്നു അത് മൂപ്പിക്കാനുള്ളത്. എനിക്ക് ആ വെജിറ്റബിൾസിനകത്ത് ആ എന്നാ പറയുക, നമ്മുടെ ആ ടൊമാറ്റോയും കൂടെ കിടക്കുന്നത് കാണാൻ ഒരു ഇച്ചിരി ഷേലാന്നേ. അന്നേരം ഞാൻ ആ ടൊമാറ്റോ ഒരുപാട് വഴറ്റുന്നില്ല, ഒരു ഇച്ചിരിയേ വഴറ്റുന്നുള്ളൂ. ശരിക്കും മസാലയ്ക്ക് ഉണ്ടല്ലോ ശരിക്കും ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ടേ. ഇപ്പം ഇത് മൂക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ, നമ്മൾ നേരത്തെ ഒഴിച്ചേക്കുന്ന എണ്ണയൊക്കെ ഒന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വരുവേ, അതാണ് ഇതിൻ്റെ ആ മൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇച്ചിരി കൂടി ഒന്ന് ഇപ്പം നമ്മൾ ആ പച്ച ഒരു നമ്മൾ മൂപ്പിച്ചാൽ പോലും അരച്ചെടുക്കുമ്പോൾ ആ സ്പൈസസിൻ്റെ ഒരു പച്ച മണത്തിൻ്റെ ഒരു എന്നാ പറയുക ഒരു മണം വരും. പക്ഷെ ആ മണം വരുമ്പോഴാണ് ശരിക്കും ഒരു വീട്ടിനകത്ത് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ എന്നാ ഫ്ലേവർ അടുത്ത വീട്ടിൽ അറിയാൻ പറ്റുന്നത്. ഇത് ശരിക്കും ആ ഒരു പച്ച ഫ്ലേവർ ഇങ്ങനെ വരുന്നതുകൊണ്ട് അതിന് കുറച്ചുകൂടെ ഒരു മൂപ്പുണ്ട്. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്തേച്ചാൽ മതി. ആ മിക്സിക്കകത്ത് നമ്മൾ കലക്കിയെടുത്ത വെള്ളം ഉണ്ടല്ലോ, അത് ഒരു ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരും. ആ വെള്ളം പറ്റുമ്പോഴത്തേക്ക് വെള്ളത്തിനകത്ത് നിന്ന് തന്നെ എന്നാ പറയുക മസാലയൊക്കെ ഒന്ന് വേവുകയും ചെയ്യുവേ. ആദ്യം ഒഴിക്കുന്ന വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർക്കാവുന്നേ ഉള്ളൂ. വെള്ളം ഒന്ന് നല്ല അസലായിട്ടൊന്ന് പറ്റണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച മണം ഇങ്ങനെ ആ മസാലയുടെ വരും. അത് വന്നു കഴിഞ്ഞാൽ ഏതൊരു കറി ആയാലും ശരി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നുകൂടെ പറയുക, ഈ ഏതൊരു കറി ആണെങ്കിലും മസാലയുടെ പച്ചമണം മാറാതെ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുവാന്നേൽ നമ്മൾ കറി വെച്ച് വാങ്ങിയതിന് ശേഷം വരെ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കഴിക്കുമ്പോഴത്തേക്ക് ഒരു ഇതിനകത്തൊരു പച്ചച്ചോ അതിനൊന്നും മൂത്തില്ലായിരുന്നോ മസാലയെന്ന് ചോദിക്കുവേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ മസാലയ്ക്കകത്ത് തന്നെ തന്നെത്താനെ എണ്ണ അങ്ങ് തെളിയുന്നുണ്ട്. ഇതിനർത്ഥം ശരിക്കും ആ മസാല മൂത്ത് വരുന്നു എന്നാണ്. ആദ്യമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കുക്കിംഗ് പഠിച്ച സമയത്ത് ഈ മസാല മൂത്തതോ അങ്ങനത്തെ ഒന്നും മണം എനിക്ക് പെട്ടെന്നൊന്നും അറിയാൻ ഒക്കെയില്ലായിരുന്നു. അപ്പം ഞാൻ കണ്ടുപിടിച്ച ട്രിക്ക് എന്ന് പറയുന്നതായിരുന്നു ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴായിരിക്കും മസാല മൂക്കുന്നത്. അങ്ങനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു പിന്നെ മനസ്സിലായത് ശരിക്കും എന്നാ പറയുക മസാലയും നല്ലതായിട്ട് മൂക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു പരുവം എന്നൊക്കെ അമ്മമാർ പറഞ്ഞു തരികയില്ല, ആ മസാലയ്ക്ക് ഒരു മൂപ്പിനൊരു പരുവമുണ്ട് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഈ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇത് കുറച്ചൊരു റിച്ച് ഫുഡാണ്, കാരണം അണ്ടിപ്പരിപ്പും ഒക്കെ നല്ലോണം ചേരുന്നതുകൊണ്ട് റിച്ച് ഫുഡാണ്. പക്ഷേ നല്ല ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയേച്ച് ഉള്ള ഒരു ഡിഷും കൂടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബീൻസ്, ക്യാരറ്റ് ഇതെല്ലാം ഫൈബർ കണ്ടൻറ്റാണ്. അറ്റ് ദ സെയിം ടൈം സ്റ്റാർച്ച് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ ആന്നേൽ ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കത്തിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചിലർക്കൊക്കെ ആന്നേൽ ക്യാപ്സിക്കം പിടിക്കുകയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ക്യാപ്സിക്കം ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു തന്തൂരി റോസ്റ്റ് ഒക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഗിവ്സ് എ ഗുഡ് ഫ്ലേവർ. പക്ഷേ ക്യാപ്സിക്കത്തിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതിനും എന്നാ പറയുക ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ക്യാപ്സിക്കത്തിന്. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഓരോ വെജിറ്റബിൾസ് 1 by 1 ആയിട്ട് ഇടാൻ പോവാന്നേ.
ഇച്ചിരി കൂടെ മസാല ഒന്ന് മൂത്തോട്ടെ അല്ലേ ഇത്രയും വർത്താനം പറഞ്ഞു വെച്ചാൽ ഞാൻ തന്നെ അങ്ങ് പച്ചച്ചോവയായിട്ട് വെച്ചാൽ കൊള്ളുകയില്ല. അന്നേരം ഒരു ഇച്ചിരി കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനമാണ്. ഇനിയിപ്പോൾ അഥവാ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരു പരുവം തെറ്റി പോവാന്ന് വിചാരിച്ചോ, അന്നേരം എന്നാ എടുക്കണമെന്നറിയാവോ? നമുക്ക് ഈ എന്നാ പറയുക വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കഴിഞ്ഞേച്ചാൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ കൂട്ടോ 1-ാം പാലിലോ അല്ലെ 2-ാം പാലിലോ വെള്ളത്തിലാണെങ്കിൽ അങ്ങനെ ഏതിലാണെന്നും നമ്മൾ വേവിക്കുന്നതെന്ന് വെച്ചാൽ അത് വേവിച്ച വെള്ളം തന്നെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഏത് സമയത്താണെങ്കിലും ഈ അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സിമ്മിലിട്ട് വെച്ചേച്ച് ആ എണ്ണ ഫുൾ തെളിഞ്ഞതിന് ശേഷം മാത്രമേ പാലൊഴിക്കാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു മൂപ്പ് കിട്ടും, ആ പച്ചച്ചോമാറി കിട്ടും. ഇതൊക്കെ ഞാൻ ഒരു ഓപ്ഷൻ, അതായത് എങ്ങാണ് മൂപ്പ് വരാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ, അപ്പോൾ ഇത്രയൊക്കെ മൂത്താൽ മതി എന്ന് പറഞ്ഞേച്ച് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തേക്കല്ല. ഇതിനൊരു ചെറിയ ഒരു അഥവാ പരുവം തെറ്റിപ്പോയാൽ വരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞു തന്നെ. ഇനി ഇതിനകത്തോട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇടുവാണേ. ക്യാപ്സിക്കം, പൊട്ടാറ്റോ, ബീൻസ്, ക്യാരറ്റ്. ഇത്രയും പച്ചക്കറി ഒന്ന് വേവിച്ച് വെക്കുവാന്നേൽ അത് എളുപ്പമാവും. കുറച്ചൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി. പക്ഷെ അതല്ല, ഇപ്പം നമ്മൾ പച്ചക്കായിട്ടേക്കുന്നേ, അതുകൊണ്ട് ഇച്ചിരി വേവാൻ ഒരു ഇച്ചിരി സമയം എടുക്കുവേ. അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ വേവിച്ച വെള്ളമില്ല, 2-ാം പാലും ഇല്ല. അപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മസാല അരച്ച വെള്ളം ഇരിപ്പുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താലേ ഇതിനകത്തോട്ട് എല്ലാം പിടിക്കത്തുള്ളൂ. പിന്നെ അന്നേൽ പച്ചക്കറി വേവാനായിട്ട് വെള്ളം വേണം, പിന്നെ ഒരു ഇച്ചിരി ഉപ്പിടണം, ഗ്രേവി വേണം, എല്ലാത്തിനുമായിട്ടൊക്കെ ഇച്ചിരി വെള്ളം ചേർത്തേ ഒക്കത്തുള്ളൂ. 2-ാം പാലുള്ളവർ അങ്ങനെ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമല്ലേ, അന്നേരം പിന്നെ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ലതാ. 1-ാം പാൽ എന്തോരം ഉണ്ട് അത്രയും മാത്രം നമുക്ക് മെയിൻ ഗ്രേവി മതി എന്ന് തോന്നുവാന്നേൽ അതനുസരിച്ച് 2-ാം പാൽ ചേർക്കുക, അതല്ലെങ്കിൽ വെള്ളം ചേർക്കുക, ഏതാ ചേർക്കുന്നതെന്ന് വെച്ചാൽ അത്. എനിക്ക് എന്നായാലും ഒരു കപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഇച്ചിരി കൂടി ഇച്ചിരി ചാറ് വേണം. ഏത് കറി വെച്ചാലും ഉടനെ ചോദിക്കും ചാറില്ലെന്ന്. ഇത് ഞാൻ കുഞ്ഞുനാളിലായാലും ഞാനായാലും ചോദിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ചാറിനോട് എനിക്കും പ്രിയവും കൊള്ള കൂട്ടത്തിലാണ്. ഇച്ചിരി ഉപ്പും കൂടെ ഇടുക. ഇനി ഒരു ഇച്ചിരി നേരം ഇതൊന്ന് വേവട്ടെ. ആവി അടിക്കുമ്പം ഞാൻ ഇതിൻ്റെ മണം പറയുന്നേയില്ല, കാര്യം അത്ര നല്ല മണമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അഥവാ നല്ല മണമെന്ന് പറയും, നിങ്ങൾ പറയും ഞാൻ കൊതി വിട്ടെന്ന്. കൊതിയൊന്നും വിടുകയില്ല, ഉള്ള കാര്യം പറയാൻ നല്ല രുചിയുള്ളൊരു കറിയാണ് ഇത്. ഇനി ഇതിനകത്തോട്ട് തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ, അതല്ല പശുമ്പാലാണെങ്കിൽ പശുമ്പാൽ, ഏതാ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒഴിക്കുക. പശുമ്പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് അധികം തിളപ്പിക്കരുത്, പെട്ടെന്ന് ഓഫ് ചെയ്തേക്കണം നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ഒരു ഇച്ചിരി മല്ലിയില ഇട്ടോട്ടെ, ഒരു പകുതി മല്ലിയില ഇട്ടേച്ചും നോക്കി പാലും കൂടെ അങ്ങ് ഒഴിക്കാം. ഇച്ചിരി ഫ്ലെയിമൊക്കെ നല്ലതായിട്ടൊന്ന് കൂട്ടി വെച്ചേച്ച് അധികം തിളയ്ക്കാൻ നിൽക്കേണ്ട, ബാക്കി മല്ലിയിലയും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ഇടുക. ഇത് നല്ലതായിട്ടൊരു ആവി എരിയല്ലേ, അന്നേരം അങ്ങ് ഓഫ് ചെയ്തേക്കണേ. അല്ലെങ്കിൽ ചിലപ്പം ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് പശുമ്പാലായതുകൊണ്ട് പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാടിട്ട് നമുക്ക് പിരിച്ചതിനെ ഇല്ലാതാക്കണ്ട, നല്ലൊരു കറി ഇല്ലാതാക്കണ്ട. നല്ലൊരു ആവി വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. തേങ്ങാപ്പാലാണെങ്കിൽ ഒന്നിച്ചിരി തിളച്ചോട്ടെ. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചൊഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിക്കാം, നല്ല ടേസ്റ്റാണ് വരുന്നത്. നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡിയാണ്. ഞാൻ വാക്ക് പറഞ്ഞ പോലെ തന്നെ പാലിച്ചേ. അടുത്ത പ്രാവശ്യം ഞാൻ പരിഗണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പരിഗണിച്ചിരിക്കും. ഇതിന് കോമ്പിനേഷൻസ് ഞാൻ പറഞ്ഞതെല്ലാം മൈദയുടെ കണ്ടന്റ് ഉള്ളതാണ്. പക്ഷേ മൈദ ബേസിക്കലി നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളതും ഈ പറയുന്നത് എനിക്കറിയാം. പക്ഷേ എന്നാ ചെയ്യാനല്ലേ, നമ്മുടെ നാവിന് രുചി ഉള്ളതാണ് ഏറ്റവും മുൻഗണന കൊടുക്കാനുള്ളത്. ആസ് ഫാർ എസ് നമ്മൾ ആ ഒരു തട്ടകത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനല്ലേ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമ്പിനേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു കറിക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതും ഒരു കറിയുടെ ഡിഷിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നതും ഏറ്റവും നല്ലത് കോമ്പിനേഷൻസിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് മൈദയുടെ ചേരുന്ന എല്ലാം ഇതിന് കറക്റ്റ് സ്യൂട്ടബിളാണ്. കുറച്ച് സ്പൈസിയാണ്.